കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇനീഷ്യൽ സ്റ്റേജിൽ വരുന്ന എക്സ്പെൻസസും ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ എൻട്രി ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മളെങ്ങനെയാണ് ഒരു പർച്ചേസ് എങ്ങനെ നമുക്ക് ടാലി പ്രൈമിൽ നമുക്ക് എങ്ങനെ എൻട്രി ചെയ്യാം, അതിൻ്റെ GST സെറ്റപ്പ് കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ലോങ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഒരു പർച്ചേസിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഒരു പർച്ചേസ് എന്ന് പറയുമ്പോൾ ഒരു പർച്ചേസ് ബില്ല് നമ്മളൊരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ആ സാധനത്തിൻ്റെ കൂടെ നമുക്കൊരു പർച്ചേസ് ബില്ല് കിട്ടും. ആ പർച്ചേസ് ബില്ലിൽ ആ പാർട്ടിയുടെ പേരുണ്ടാവും, അവരുടെ GST നമ്പർ, കാര്യങ്ങൾ, അഡ്രസ്സ് ഉണ്ടാവും, പിന്നെ ഇൻവോയ്സ് നമ്പർ ഉണ്ടാവും, ഒരു ഡേറ്റ് ഉണ്ടാകും, പിന്നെ വന്ന വണ്ടിയുടെ നമ്പർ ഉണ്ടാവും, നമ്മുടെ പേരുണ്ടാകും, നമ്മുടെ GST നമ്പർ ഉണ്ടോ എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിച്ച് നോക്കണം. കാരണം നമ്മുടെ GST നമ്പർ ഉണ്ടെങ്കിൽ നമുക്കതിൽ GST ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ GST നമ്പർ ഉണ്ടാവും. പിന്നെ അതിൻ്റെയൊക്കെ ഐറ്റംസ് എത്രയൊക്കെയാണ് വില, എന്തൊക്കെയാണ് അതിൻ്റെ HSN കോഡ് എത്രയൊക്കെയാണ്, അതിൻ്റെ GST റേറ്റ് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്, അതിൻ്റെ പേഴ്സൻറ്റേജ് എത്രയാണ്, പിന്നെ അവരുടെ ഒരു സീലും സിഗ്നേച്ചറും അതും ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ഉണ്ടാവുക. ഇതിലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം. മെയിൻലി ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ബില്ലിൽ ഉണ്ടാവുക. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഇവിടെ കാണുന്ന നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇൻവോയ്സ് നമ്പറാണ്, ഒന്ന് ഡേറ്റാണ്, പിന്നെ ഈ പാർട്ടിയുടെ പേരാണ്. ഈ പാർട്ടിയുടെ പേര് എന്ന് പറയുന്നത് ഒരു ലെഡ്ജറാണ്. അത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ പോലെ തന്നെ Alt+C അടിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. പിന്നീട് വരുന്നത് ഈ ഐറ്റംസ് ആണ്. ഇത് സ്റ്റോക്ക് ഐറ്റം എന്ന് പറയും. ഈ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നതാണ് അടുത്തത്. ഇതിന് നമുക്ക് ഒരു വൗച്ചർ ടൈപ്പിൽ ഒരു പർച്ചേസ് എന്ന് പറയുന്ന വൗച്ചറിലാണ് നമ്മൾ പർച്ചേസ് കയറ്റുക. അപ്പോൾ അത് കയറ്റുന്ന സമയത്ത് ഓരോ ഐറ്റംസും അതിലെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയാം. നേരത്തെ കാണിച്ച ലെഡ്ജറിനെ പോലെ തന്നെ പുറത്ത് നിന്നും ഉണ്ടാക്കാം, അതുപോലെ തന്നെ നമ്മൾ പർച്ചേസിൻ്റെ ഉള്ളിൽ കയറിയിട്ടും നമുക്ക് ഓരോ ഐറ്റംസും ഉണ്ടാക്കാം. അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, സ്റ്റോക്ക് ഐറ്റം എങ്ങനെ ഉണ്ടാക്കാം, എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ടാലി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം വേണ്ടത് നമുക്കൊരു പർച്ചേസ് വൗച്ചറാണ്. നമുക്കിതിൽ ഓൾറെഡി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പർച്ചേസ് വൗച്ചർ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിനിവിടെ നമ്മൾ റൈറ്റ് സൈഡിൽ ഷോർട്ട് കട്ട്സ് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പർച്ചേസ്. ഒന്നെങ്കിൽ F9 അടിക്കുക, അല്ലെങ്കിൽ പർച്ചേസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് എന്നുണ്ടാകാം. ഈ പർച്ചേസ് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ഇതാണ് ഒരു പർച്ചേസ് വൗച്ചർ. ഇതിൽ നമുക്ക് ഇൻവോയ്സ് നമ്പർ കൊടുക്കാം, പാർട്ടി അക്കൗണ്ട് നമ്പർ കൊടുക്കാം, ലെഡ്ജർ കൊടുക്കാം, എല്ലാം കൊടുക്കാം. പക്ഷേ ഇവിടെ ഓട്ടോമാറ്റിക്കലി ടാക്സ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി ടാക്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി കാണിക്കുന്ന രീതിയിൽ ഒരു പർച്ചേസ് വൗച്ചർ എങ്ങനെ ഉണ്ടാക്കാം, പർച്ചേസിൻ്റെ വൗച്ചർ ടൈപ്പ് എങ്ങനെ ഉണ്ടാക്കാം, ഇപ്പോൾ ഈ പർച്ചേസിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ ഒരു വൗച്ചർ ടൈപ്പിൽ വരുത്തേണ്ടത്, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നമ്മൾ ഫസ്റ്റായിട്ട് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ വന്നിട്ട് നമ്മൾ ഓൾറെഡി ഉള്ള പർച്ചേസിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആൾട്ടർ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ പോവാം. ഈ ആൾട്ടർ എന്ന ഓപ്ഷനിൽ വൗച്ചർ ടൈപ്പ് എന്നുണ്ടാവും. ഈ വൗച്ചർ ടൈപ്പിൽ ഇവിടെ കണ്ടില്ല, വൗച്ചർ ടൈപ്പ് എന്നുണ്ടാവും. ഈ വൗച്ചർ ടൈപ്പിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമ്മൾ ഈ വൗച്ചർ ടൈപ്പ് എന്നുള്ള സ്ഥലത്ത് നമ്മൾ പർച്ചേസ് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് പർച്ചേസ് വരും. അതായത് അവിടെ കാണുന്ന പേയ്മെൻറ്റ്, റിസിപ്റ്റ്, പർച്ചേസ്, സെയിൽസ് എല്ലാം ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിലെന്തെങ്കിലും എഡിറ്റ് ചെയ്യണോ എന്നുള്ള നമ്മൾ ആ പർച്ചേസ് വൗച്ചർ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെയാണ് നമ്മുടെ മെയിൻ പോർഷൻ എടുക്കുന്നത്, എന്തെല്ലാം എഡിറ്റാണ് ഇതിൽ വരുത്തേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ പർച്ചേസ് വൗച്ചറിൻ്റെ വൗച്ചർ ടൈപ്പിൽ നമ്മൾ പർച്ചേസ് നമുക്ക് പേര് അതിൻ്റെ മാറ്റണമെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കേരളത്തിൽ നിന്നും വാങ്ങുന്ന കേരള പർച്ചേസിന്, ലോക്കൽ പർച്ചേസിന് ഒരു വൗച്ചർ ടൈപ്പ്, അതിനുശേഷം ഇൻഡർസ്റ്റേറ്റിനാണെങ്കിൽ വേറെ വൗച്ചർ ടൈപ്പ്, അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ജനറലി കേരള പർച്ചേസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഒരു പർച്ചേസ് എന്ന് തന്നെ കിടക്കട്ടെ. എന്നിട്ട് അതിൻ്റെ അണ്ടർ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. പുതിയൊരു വൗച്ചർ ടൈപ്പ് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് അണ്ടർ പർച്ചേസ് തന്നെ വേറെ കൊടുക്കായിരുന്നു. ഇതെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. പിന്നെ ആക്ടിവേറ്റ് ദിസ് വൗച്ചർ ടൈപ്പ് എന്ന് ചോദിക്കുന്നത്, ഇത് ആക്ടിവേറ്റ് യെസ് കൊടുത്താൽ മാത്രമേ അവിടെ ആ ഷോർട്ട് കട്ടിൽ വൗച്ചർ ടൈപ്പ് അവിടെ ഓപ്പൺ ആയിട്ട് വരുള്ളൂ. ഇവിടെ നമുക്ക് നമ്പറിങ് സിസ്റ്റമാണ്. അതായത് ഈ വൗച്ചറിൻ്റെ നമ്പറിങ് എങ്ങനെയാണ്, ഓട്ടോമാറ്റിക് ഉണ്ട്. നമുക്കത് മാറ്റാം. കാരണം കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് മാറ്റണമെങ്കിൽ അങ്ങനെ മാറ്റാം.
ഇത് നമ്മൾ അധികം എല്ലാവരും യൂസ് ചെയ്യുക സ്വന്തം പർച്ചേസിൻ്റെ നമ്മളെന്താണ് നമ്മുടെ ഒരു ബിൽ നമ്പർ അടിക്കുന്ന സമയത്ത്, സെയിൽസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ സ്വന്തം സെയിൽസിൻ്റെ സമയത്ത് നമ്മളത് മാനുവലാക്കാം. അത് സെയിൽസിൻ്റെ എൻട്രി ഇടുന്ന സമയത്ത് അത് നമ്മൾ കറക്റ്റായിട്ട് പഠിപ്പിക്കുന്നതാണ് എങ്ങനെയാണ് അതിൽ അഡ്വാൻസ്ഡ് കോൺഫിഗറേഷനൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളത്. പർച്ചേസിൽ അത് മെയിൻലി യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക്. അതുകൊണ്ട് അത് 1, 2, 3 അങ്ങനെ തന്നെ പോട്ടെ. പിന്നെ യൂസ് എഫക്റ്റീവ് ഡേറ്റ് ഫോർ വൗച്ചേഴ്സ് എന്ന് പറയുന്നത്, നമ്മൾ വൗച്ചർ തുറക്കുന്ന സമയത്ത് തന്നെ അവിടെ ടോപ്പിൽ എന്ത് വരും, ഒരു വൗച്ചർ എന്ന് പറയുന്ന വൗച്ചറിൻ്റെ വലത്തെ സൈഡിൽ ഒരു ഡേറ്റ് വരും. ആ ഡേറ്റ് അന്നത്തെ ഡേറ്റ് തന്നെ വരണമെന്നുള്ളതാണ്. അത് എന്നാണോ എഫക്റ്റീവ് ഡേറ്റ് അത് വന്നോട്ടെ. നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, F2 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റ് മാറ്റാവുന്നതേ ഉള്ളൂ. പിന്നീട് കാണിക്കുന്നത് അലോ സീറോ വാല്യൂഡ് ട്രാൻസാക്ഷൻ. നമ്മൾ എന്തെങ്കിലും സീറോ വാല്യൂഡ് ട്രാൻസാക്ഷൻ ഉണ്ടോ അതുണ്ടെങ്കിൽ കാണിക്കാൻ പറ്റുമെന്ന്. ചില സമയത്ത് ചില ആൾക്കാർ ഫ്രീ സാമ്പിളൊക്കെ കൊടുക്കുന്ന സമയത്ത് സീറോ വാല്യൂഡ് ട്രാൻസാക്ഷൻ കാണിക്കും. അങ്ങനത്തെ സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സീറോ വാല്യൂഡ് ട്രാൻസാക്ഷനും കാണിക്കേണ്ടി വരും. ആ സമയത്ത് നമുക്ക് യെസ് ആക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ നമ്മൾ അതൊന്നും ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ട് നോ തന്നെ എടുക്കുന്നത്. പിന്നെ മേക്ക് ദിസ് വൗച്ചർ ടൈപ്പ് ആസ് ഓപ്ഷണൽ ബൈ ഡിഫോൾട്ട്. ഓപ്ഷണൽ എന്ന് പറയുന്നത്, ഈ ഓപ്ഷണൽ എന്ന് പറയുന്നത് നമ്മൾ പെർഫോമ ഇൻവോയ്സ് എടുക്കും. ചില സമയത്ത് നമ്മൾ കൊട്ടേഷൻ കൊടുക്കില്ലേ, ആ കൊട്ടേഷൻ കൊടുക്കുന്നതിനാണ് പെർഫോമ ഇൻവോയ്സ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു ഓപ്ഷണൽ വൗച്ചറായി. ഇതും സെയിൽസിൻ്റെ സമയത്താണ് കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അത് അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. പിന്നെ ഇതിൽ നരേഷൻ, നേരത്തെ നമ്മൾ കണ്ടില്ല എന്തെങ്കിലും അഡീഷണൽ ഇൻഫോർമേഷൻ താഴെ കൊടുക്കുന്നത്, ആ ഒരു ഓപ്ഷനാണ് നരേഷൻ കൊടുക്കണോ എന്നുള്ള അലോ നരേഷൻ ഇൻ വൗച്ചർ എന്ന് ചോദിക്കുന്നത്. അതേതായാലും യെസ് കൊടുക്കാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാമല്ലോ. പിന്നെ ഓരോ ലെഡ്ജറിനും നരേഷൻ കൊടുക്കണമെന്ന്, അതായത് നമ്മൾ പറഞ്ഞില്ല ഓരോ സാധനത്തിൻ്റെ പേര്, ഇപ്പോൾ പർച്ചേസ് എന്ന് പറയുന്നത്, ഒരു പാർട്ടിയുടെ പേര്, ഇതെല്ലാം ഓരോ ലെഡ്ജേഴ്സാണ്. അപ്പോൾ ഓരോ ലെഡ്ജേഴ്സിനും ഓരോ നരേഷൻ കൊടുക്കണമെന്ന്. അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമ്മളെ ബിസിനസ് അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ലാത്തത് കൊണ്ട് ചില ബിസിനസ്സിന് അങ്ങനത്തെ ആവശ്യം വരും. കാരണം ഓരോന്നിനും പ്രത്യേകം എന്തെങ്കിലും കാര്യങ്ങൾ എഴുതി വെക്കാനുണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും പോയിൻ്റ് എഴുതി വെക്കാനുണ്ടാവും. അങ്ങനത്തെ സമയത്ത് ഓരോന്നിനും നരേഷൻ കൊടുക്കാം. ഇവിടെ അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മൾ നോ തന്നെ കൊടുക്കുന്നത്. പിന്നെ അഡീഷണൽ കോസ്റ്റ് ഫോർ പർച്ചേസസ്, അത് നമ്മൾ കോസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ വേറെ തന്നെ പറയുന്നത് കൊണ്ട് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും, ആ സമയത്ത് പറയാം. പിന്നെ ഇവിടെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് പാർട്ട്, ഡിഫോൾട്ട് അക്കൗണ്ടിങ് അലോക്കേഷൻ. ഇത് നമ്മൾ യെസ് കൊടുക്കുക. ഇത് യെസ് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ് ഓർ ആൾട്ടർ ഡിഫോൾട്ട് അക്കൗണ്ടിങ് എൻട്രീസ് എന്ന് പറയും. അതായത് നമ്മൾ തുറക്കുന്ന സമയത്ത് തന്നെ ഒരു പ്രത്യേക രീതിയിൽ ഇത് വരണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യാം, യെസ് എന്ന് തന്നെ കൊടുക്കാം. എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ വരും. ഈ വിൻഡോയിലാണ് നമ്മൾ എന്തൊക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതൊരു പർച്ചേസ് ആയതുകൊണ്ട് ഒരു പർച്ചേസ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു എൻട്രി ഉണ്ടാക്കണം. ജനറലായിട്ട് ഇതൊരു പർച്ചേസ് അക്കൗണ്ട്സിലേക്കാണ് എന്ത് ചെയ്യുക, ഇതിനെ ഫോർവേഡ് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് ഇവിടെ ഒരു ലെഡ്ജർ ഉണ്ടാക്കണം. നമുക്കൊന്നെങ്കിൽ പുറത്ത് ഗേറ്റ് ഫോർ ടാലിയിൽ നിന്ന് ക്രിയേറ്റ് എന്ന് കൊടുത്തിട്ട് അവിടെ നിന്ന് ലെഡ്ജർ സെലക്ട് ചെയ്തിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ ചെയ്യാം. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എല്ലാം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ജസ്റ്റ് ക്രിയേറ്റ് എന്ന് പറയുന്ന ഇവിടെ ഒരു ക്രിയേറ്റ് ഓപ്ഷൻ ഉണ്ട്. ഈ ക്രിയേറ്റ് ഓപ്ഷനിൽ നമുക്കിവിടെ ക്രിയേറ്റ് എന്ന് കൊടുത്തിട്ട് ഇത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എല്ലാം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കീബോർഡ് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ Alt C എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അവിടെ പുതിയ ലെഡ്ജർ ഉണ്ടാക്കുന്നത് വരും. അപ്പോൾ ആ സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് പർച്ചേസ് അക്കൗണ്ട്സ് എന്ന് കൊടുക്കാം. പർച്ചേസ് അക്കൗണ്ട് എന്ന് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ അണ്ടറിലാണ് നമ്മൾ ഇനി പർച്ചേസും കാര്യങ്ങളൊക്കെ പേർച്ചേസും കാര്യങ്ങളും നമ്മൾ എൻ്റർ ചെയ്യുക. ഇതിൻ്റെയും അണ്ടർ നമ്മൾ ജസ്റ്റ് പേർച്ചേസ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ പേർച്ചേസ് ഉണ്ടാവും. ആ പേർച്ചേസ് നമ്മൾ എന്ത് ചെയ്താൽ മതി, പർച്ചേസ് എന്നുള്ളത് മാത്രം അത് അവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇൻവെൻട്രി വാല്യൂസ് എഫക്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ പേർച്ചേസിന് എപ്പോഴും ഇൻവെൻട്രി വാല്യൂസ് എഫക്റ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ യെസ് കൊടുക്കുക. കാരണം പർച്ചേസിൽ ഇൻവെൻട്രി സ്റ്റോക്ക് ഐറ്റംസും കാര്യങ്ങളും വരുന്നത് കൊണ്ട് അത് യെസ് കൊടുക്കാം. പിന്നെ ടൈപ്പ് ഓഫ് ലെഡ്ജർ, ഡിസ്കൗണ്ടോ വല്ല ഇൻവോയ്സ് റൗണ്ട് ഓഫ് അങ്ങനെയുള്ള വല്ലതും ആണ് എന്നുണ്ടെങ്കിൽ കൊടുക്കാനാണ് പറയുന്നത്. രണ്ടും അല്ലാത്തത് കൊണ്ട് നോട്ട് ആപ്ലിക്കബിൾ എന്ന് കൊടുക്കാം. GST ആപ്ലിക്കബിൾ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ ജസ്റ്റ് GST ആപ്ലിക്കബിൾ ആണോ ആണ് എന്ന് മാത്രം കൊടുത്താൽ മതി. GST റേറ്റും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്റ്റോക്ക് ഐറ്റം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഓരോ സ്റ്റോക്ക് ഐറ്റത്തിനും പ്രത്യേകം GST വരും. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും, ഇപ്പോൾ ഈ പർച്ചേസ് അക്കൗണ്ടിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ പർച്ചേസിനും ആ ഒരു GST HSN നമ്പറും ആ ഒരു GST റേറ്റും ആയിരിക്കും ഓട്ടോമാറ്റിക് സെലക്ട് ആയിട്ട് വരിക. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം ഒന്നും കൊടുക്കണ്ട. ആപ്ലിക്കബിൾ എന്ന് മാത്രം സെലക്ട് ചെയ്യുക. പിന്നീട് നോ സെലക്ട് ചെയ്യുക. സർവീസസ് സെലക്ട് ചെയ്യുക. പിന്നീട് അടുത്ത കള്ളി വരും, അവിടെയും നോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ബാങ്ക് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ട, നോ കൊടുക്കുക.
ആക്സെപ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് യെസ് കൊടുക്കുക. പർച്ചേസ് അക്കൗണ്ട് റെഡിയായി. ഇനി സെറ്റ് ഓർ ആൾട്ടർ ടാക്സ് ക്ലാസ് നോ. 100% നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം. ചില സമയത്ത് 50 ഒരു ഇതിലേക്കും 50% വേറെ പർച്ചേസ് അക്കൗണ്ടിലേക്കൊക്കെ പോകും. അത് ഓരോ ബിസിനസ് ടൈപ്പിനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഓപ്ഷനാണ് ഇതെല്ലാം. അപ്പോൾ ഇത് നമ്മൾ നോ കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഐറ്റത്തിൻ്റെ ഡിഫോൾട്ട് വെച്ചിട്ട് ഈ പർച്ചേസ് അക്കൗണ്ട് മാറണം എന്നുണ്ടെങ്കിൽ അത് യെസ് ആക്കി കൊടുത്താൽ ഐറ്റത്തിന് ഒരു ഡിഫോൾട്ട് നമ്മൾ പർച്ചേസ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഓരോ ഐറ്റം ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകം കൊടുത്തു കഴിഞ്ഞാൽ അത് സെലക്ട് ആയിക്കോളും. ഇത് നോ കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഈ നോർമൽ കേസിൽ ചെയ്യാം. ഇനി താഴെ കൊടുക്കുന്നത് നമ്മൾ ആ പർച്ചേസിൻ്റെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു പർച്ചേസിൻ്റെ ബില്ല് എടുത്തു കഴിഞ്ഞാൽ ഈ പർച്ചേസ് ബില്ലിൽ താഴെ കണ്ടില്ലേ SGST CGST. ഈ ഐറ്റംസ് കഴിഞ്ഞിട്ടുള്ള പോർഷനിൽ അതായത് SGST CGST റൗണ്ട് ഓഫ് വാറ്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഈ ഐറ്റംസ് ഇത്രയും കാര്യങ്ങൾ ഐറ്റംസാണ്, നമ്മുടെ പ്രൊഡക്ട്സാണ്. ഈ പ്രൊഡക്ട്സ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ CGST SGST ഡിസ്കൗണ്ട് റൗണ്ട് ഓഫ് എല്ലാം വരുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും നമ്മുടെ പർച്ചേസിൽ കൊടുക്കേണ്ടതുണ്ടോ എന്ന് വരുന്നത് ഒബ്വിയസ്ലി കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് SGST CGST വരും, നമ്മൾ സ്റ്റേറ്റ് ടാക്സും സെൻട്രൽ ടാക്സും. അതുകൊണ്ട് നമ്മൾ ഇവിടെയും ഒരു ലെഡ്ജർ ഉണ്ടാക്കുക. SGST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അതിൻ്റെ അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ്. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് അതിൽ കൊടുക്കുന്ന സമയത്ത് GST എന്ന അണ്ടർ കൊടുക്കുക, ടൈപ്പ് ഓഫ് ഡ്യൂട്ടി. ഇതിൽ SGST ആണ്, അതായത് S എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റ് GST ആണ്. അപ്പോൾ സ്റ്റേറ്റ് ടാക്സ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. പെർസെൻറ്റേജ് 0 കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെർസെൻറ്റേജ് 0 അല്ല ഇവിടെ സ്പെസിഫിക് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലർ സ്പെസിഫിക് ആയിട്ട് കൊടുക്കും. കാരണം ഈ SGST എന്ന് കൊടുക്കുന്ന സ്ഥലത്ത് ലാസ്റ്റ് അവരെന്ത് കൊടുക്കും, SGST 9% എന്ന് കൊടുക്കും, എന്നിട്ട് SGST 18%, SGST 28% അങ്ങനെയൊക്കെ കൊടുക്കും. അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് തെറ്റായ രീതിയാണ്. നമ്മൾ SGST എന്ന് പറയുന്നത് കോമൺ ആയിട്ട് കൊടുത്താൽ മതി. അതിൻ്റെ സെപ്പറേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഓരോരുത്തരുടെ ന്യായീകരണം പറയുന്നത്. ടാലിയിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, SGST 9%, 8% ഒക്കെ ആനുവൽ കമ്പ്യൂട്ടേഷനിൽ പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അത് എത്രയാണെന്ന് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ലെഡ്ജറിന് ഡിഫറൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് SGST CGST എന്ന് ഉണ്ടാക്കിയാൽ മതി. GST കൊടുത്തു, നോ കൊടുത്തു, പെർസെൻറ്റേജ് ഇവിടെ 0 കൊടുത്താൽ മതി. കാരണം ഐറ്റത്തിന് സെപ്പറേറ്റ് ആയിട്ട് എത്രയാണോ വരുന്നത് അത് ഓട്ടോമാറ്റിക് സെലക്ട് ആയിക്കോളും. എന്നിട്ട് റൗണ്ടിങ് മെത്തേഡ് കൊടുക്കണ്ട, GSTക്ക് റൗണ്ടിങ് മെത്തേഡ് കൊടുക്കണ്ട. എന്നിട്ട് നോ കൊടുക്കുക, ജസ്റ്റ് ആക്സെപ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ അടുത്തത് റിമൂവ് 0 എന്ന് പറയുന്നത് SGST CGST ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ 0 കൊടുക്കട്ടെ. അങ്ങനെയാണെങ്കിൽ യെസ് കൊടുക്കുക. ഇനി അടുത്തത് CGST ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്, അതേഴ്സ് അല്ല GST വരും. CGST എന്ന് പറയുന്നത് സെൻട്രൽ ടാക്സ് ആണ്. അതുകൊണ്ട് സെൻട്രൽ ടാക്സ് സെലക്ട് ചെയ്തു, പെർസെൻറ്റേജ് 0 സെലക്ട് ചെയ്തു, റൗണ്ടിങ് മെത്തേഡ് നോട്ട് ആപ്ലിക്കബിൾ, നേരത്തെ അതുപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്തു, കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു റൗണ്ട് ഓഫ് കൊടുക്കാം. അതുണ്ടാക്കിയിട്ടില്ല, അപ്പോൾ അതിനൊരു Alt C അടിക്കുന്നു, റൗണ്ട് ഓഫ് ഉണ്ടാക്കുന്നു. അത് നമുക്കൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. അത് ലാസ്റ്റ് ബാലൻസ് എത്രയാണോ അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കിത് പിന്നീട് മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമുക്കൊരു എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. എന്നിട്ട് ടൈപ്പ് ഓഫ് ലെഡ്ജർ, ഇത് ഇൻവോയ്സ് റൗണ്ടിങ് ആണ്. അതുകൊണ്ട് ഇൻവോയ്സ് റൗണ്ടിങ് കൊടുത്തു. ഒന്നിലേക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ, നോർമൽ റൗണ്ടിങ് 50 പൈസക്ക് താഴെയാണെങ്കിൽ ഇങ്ങോട്ടോ, 50 പൈസക്ക് മുകളിലാണെങ്കിൽ അപ്വേഡ് ആയിട്ട് ഒന്നിലേക്കും ആയിട്ട് റൗണ്ട് ചെയ്യും. അതിനാണ് 1 എന്ന് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം നോട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ടോട്ടൽ എമൗണ്ട് റൗണ്ടിങ് ആണ് വരിക. എപ്പോഴും എല്ലാ ബില്ലിലും വരിക ടോട്ടൽ എമൗണ്ട് റൗണ്ടിങ് ആണ്. അതുകൊണ്ട് ടോട്ടൽ എമൗണ്ട് റൗണ്ടിങ് എന്നൊക്കെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ അപ്വേഡ് ആണോ നോർമലാണോ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. അത് നോർമൽ റൗണ്ടിങ് തന്നെ കൊടുക്കാം. റൗണ്ടിങ് ലിമിറ്റ് നമുക്ക് 0 തന്നെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല, നോർമലായിട്ട് റൗണ്ട് ആയിക്കോളും. എന്നിട്ട് പ്രിൻറ്റ് വൗച്ചർ ആഫ്റ്റർ സേവിങ്, പർച്ചേസ് ആയതുകൊണ്ട് നമുക്ക് ഓരോന്നും നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം പിന്നീട് അതിൻ്റെ പ്രിൻ്റ് ആവശ്യമില്ല. അതുകൊണ്ട് നോ കൊടുക്കാം. നെയിം ഓഫ് ക്ലാസ് ഇത് കൊടുക്കേണ്ട, നമ്മൾ പ്രത്യേകം ക്ലാസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ളൂ. നമ്മളിപ്പോൾ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ യെസ് അടിച്ച് കഴിഞ്ഞാൽ ആക്സെപ്റ്റും കൊടുത്തു കഴിഞ്ഞാൽ പർച്ചേസ് എന്ന് പറയുന്നത് നമ്മൾ ആൾട്ടർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആൾട്ടർ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വൗച്ചർ തുറന്ന് നോക്കാം. ഇനി വൗച്ചർ തുറന്നിട്ട് നമ്മൾ പർച്ചേസ് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് വന്നു, നമ്മുടെ നേരത്തെ കാണിച്ച CGST SGST റൗണ്ട് ഓഫ് ഇവിടെ വന്നു, നമുക്ക് പർച്ചേസ് അക്കൗണ്ട് വന്നു. ഇത് ഓട്ടോമാറ്റിക് ഇപ്പോൾ എൻ്റർ ചെയ്ത് പോയതുകൊണ്ട് വന്നതാണ്. ഇതെല്ലാം അങ്ങനെ വരില്ല.
അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് തുടങ്ങിയിട്ട് എങ്ങനെയാണ് ആ പർച്ചേസിൻ്റെ എൻട്രി ഇടുക എന്ന് നോക്കാം. ആ പർച്ചേസിൻ്റെ എൻട്രി ഇടാനും വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഒരു പർച്ചേസിൻ്റെ വൗച്ചർ ടൈപ്പ് എഡിറ്റ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഈ പർച്ചേസിൻ്റെ വൗച്ചർ ടൈപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ പർച്ചേസിൻ്റെ വൗച്ചർ ടൈപ്പ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു, അത് എഡിറ്റ് ചെയ്തു, നമുക്ക് പറ്റിയ രൂപത്തിലുള്ള ഒരു വൗച്ചർ ടൈപ്പാക്കി മാറ്റി. ഇനി അടുത്ത പാർട്ടായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ വൗച്ചർ ടൈപ്പ് കഴിഞ്ഞതിന് ശേഷം ഇനി ഐറ്റം എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അതിൻ്റെ GST എങ്ങനെ സെറ്റ് ചെയ്യും, GST സെറ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റും വരാതെ എങ്ങനെ നീറ്റായിട്ട് സെറ്റ് ചെയ്യാം. അതായത് ഓരോ ഐറ്റത്തിനും GST സെറ്റ് ചെയ്യാതെ GST ക്ലാസിഫിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ GST സെറ്റ് ചെയ്യാം, അങ്ങനെ സെറ്റ് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനത്തെ എല്ലാവിധ കാര്യങ്ങളും നമ്മൾ അടുത്ത പാർട്ടിൽ നമ്മൾ ഇനി അതാണ് നോക്കാൻ പോകുന്നത്. ഐറ്റമും ഐറ്റത്തിൻ്റെ GST സെറ്റിങ്ങും GST ക്ലാസിഫിക്കേഷനും പിന്നീട് നമ്മൾ ആ എൻട്രി ഫുള്ളായിട്ട് പർച്ചേസായിട്ട് എൻട്രി ചെയ്യുന്നതും എങ്ങനെയാണെന്ന് നോക്കുന്നതാണ്. അപ്പോൾ അതുവരേക്കും ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.